Hello friends, welcome to Elance Tuition +1 in the രണ്ടാമത്തെ PYQ സെഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ who all are ready? ഞാൻ ചെക്ക് ചെയ്യായിരുന്നു. ഇന്നലത്തെ പോലത്തെ നമുക്ക് അബദ്ധങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ. സൗണ്ട് ഇല്ലാത്തതിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണല്ലോ അല്ലെ? ആണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്, who all are ready? നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് യൂണിറ്റ് 1, 2, 3 ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് ടൈം ക്ലാസ്സിൽ. ഇനിയുള്ളത് 4, 5, 6 ആണ്. സോ ആർ യു ഗൈസ് റെഡി? ലാസ്റ്റ് ടൈം ക്ലാസ് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരുന്നോ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ വാല്യുബിൾ പോയിന്റ്സ് എന്തൊക്കെയാണ്? എല്ലാം വേഗം 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 പറഞ്ഞോളൂ. ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മാക്സിമം എത്തിക്കുക. കാരണം നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. മോഡൽ എക്സാം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. തൊട്ട് പുറകെ തന്നെ ആരുണ്ട്? പബ്ലിക് എക്സാം ഉണ്ട്. അതിനെല്ലാം നമുക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും. ആൻഡ് ഈ ഒരു ഇംഗ്ലീഷ് ആദ്യമേ, ഈ ഒരു പാവം ഇംഗ്ലീഷ് നേരത്തെ തന്നെ ആദ്യമേ സെറ്റ് ആക്കി വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് മെയിൻ സബ്ജക്ട്സിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാലോ. ഒരു ഉപദ്രവവും ഇല്ലാതെ പാവമായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ ഇംഗ്ലീഷ്. സോ നമുക്ക് സമയം കളയാതെ കിട്ടുന്ന മാക്സിമം ടൈം ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എടുത്ത് നല്ല ഉഷാറായിട്ട് പഠിച്ച് നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, യെസ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? യൂണിറ്റ് 1, 2, 3 ആണ് അല്ലെ? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിഥിങ്, ഇഫ്, and then Gandhi came, the price of last, death the leveler, sunrise on the hills, the trip of Lehola, the sacred turtles of Kandavareti. ഇനിയുള്ളത് ഏതൊക്കെയാണ്? കുറച്ചും കൂടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാധനം, ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ പഠിക്കാനുണ്ട്. Then the sarang of Rana Ganji, then the wreck of the Titanic, gooseberries, to sleep, going out for a walk, the cyberspace is society, dead and conceptual fruit. These are the chapters which we're going to learn today. So, unit 4, 5, 6. ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ഓൾറെഡി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് വി ഓൾ നോ ദ ഫാക്ട് ദാറ്റ് ഇഫ് വി റെഫർ ലൈക്ക് സം പ്രീവിയസ് ഇയർ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ വി വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ദിസ് ആൻസേഴ്സ് ഇൻ എ വെരി സ്മൂത്ത് മാനർ ബിക്കോസ് വി നോ ഹൗ ദ ക്വസ്റ്റ്യൻസ് വുഡ് ബി ആസ്കിംഗ്. ലൈക്ക് ദാറ്റ് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ട് ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേക്ക് വിച്ച് ഇസ് ഗോൺ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ വി ഓൾ അല്ലെ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി ആൻഡ് ഓൾസോ ബീങ് എ ഗൈഡൻസ് ടു യു ഓൾ. So this is how we need to work for the model exam as well as for the public exam. So ആർക്കുണ്ട്? വേഗം വന്നേ, ഉഷാറായിട്ട് നല്ല പവർ ആയിട്ട് വന്നേ. നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. So are you guys ready to attend this class? Let's start. Let's begin അല്ലേ? നമുക്ക് നല്ല അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അടിച്ചു പൊളിച്ചാണ് പഠിക്കാൻ തുടങ്ങുന്നെങ്കിൽ നമുക്ക് ഉറങ്ങിക്കൊണ്ട് പഠിച്ചാലോ? To sleep. ഓർമ്മയുണ്ടോ? ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ നല്ല ഹിറ്റ് ആക്കി തന്നില്ലേ സ്ലീപ്പിന്റെ? ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. അതേപോലെ തന്നെ ഉറങ്ങി 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 നല്ല ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം. കാരണം സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്? A blessed barrier between day and night, and also it's a dear mother of fresh thoughts and joyous health എന്നാണ് നമ്മൾ സ്ലീപ്പിനെ കുറിച്ച് പഠിച്ചത് അല്ലെ? ഓർമ്മയുണ്ടോ ആ ലൈൻസ്? എന്ത് നല്ല രീതിയിൽ ഉഷാറായിട്ട് നമ്മൾ ഇത്രയും ആക്റ്റീവ് ആയിട്ട് പഠിച്ചൊരു ചാപ്റ്റർ ആണ്. ഉറങ്ങിക്കൊണ്ട് നല്ല ഉഷാറായിട്ട് പഠിച്ചൊരു ചാപ്റ്റർ ആണ് ടു സ്ലീപ്പ് എന്ന് പറയുന്നത് അല്ലെ? യെസ്. സോ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. Elaborate the idea in the following lines from the poem To Sleep. And what are the lines? Come, blessed barrier between day and day, dear mother of fresh thoughts and joyous health. ഒരു ബ്ലെസ്സഡ് ബാരിയർ ആയിട്ടാണ് വരുന്നത്. ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തിന്റെ ഇടയിൽ വരുന്ന ഒരു ബ്ലെസ്സഡ് ബാരിയർ, അനുഗ്രഹമുള്ള ഒരു തരം ശല്യം അല്ലെ? എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് വരുന്നത്. Then dear mother of fresh thoughts, പുതിയ പുതിയ സുഖമായിട്ട് ഉറങ്ങിയ അടുത്ത ദിവസം രാവിലെ നല്ലൊരു സുഖമായിട്ട് നമുക്ക് എണീറ്റ് ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഉറക്കമൊന്നും ഇല്ലാതെയാണെങ്കിൽ നമ്മുടെ ഡേയും ഭയങ്കര ലേസി ആയിരിക്കും അല്ലെ? അതുകൊണ്ട് what did you understand from these lines? Elaborated. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2 മാർക്സ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നോക്കിക്കേ. സ്ലീപ്പ്, ഈ ലൈൻസിൽ എന്താണ് പറയുന്നത്? സ്ലീപ്പ് ഇസ് ലൈക്ക് എ ബ്രിഡ്ജ് between days, it's like a caring mother. നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ജോയിന് വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു ആക്റ്റീവ് വർക്കിന് വേണ്ടിയിട്ട് വരുന്ന ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു മദറിനെ പോലെയാണ്. കെയർഫുൾ മദർ ഓഫ് തോട്ട്സ്, ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്തിനെ പോലെയാണ് സ്ലീപ്പ് ആക്ട് ചെയ്യുന്നത്. ആരുടെ അടുത്ത്? നമ്മുടെ ലൈഫിൽ, നമ്മളെ ഓരോരുത്തരുടെയും ലൈഫിൽ. It brings, what all things does it bring?
It brings fresh thoughts and good health to people. The poet is inviting sleep to come and help in this rejuvenation process. അതുകൊണ്ട് the poet is not able to sleep. അതുകൊണ്ട് വിളിക്കുകയാണ്, please do come, please visit me എന്ന് പറയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. എന്റെ പൊന്നമ്മയല്ലേ, എന്റെ ഏറ്റവും ഡേയ്സ് ഒക്കെ ആക്റ്റീവ് ആക്കി തരുന്ന, എനിക്ക് നല്ല തോട്ട്സ് തരുന്ന, എന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അമ്മയെ പോലുള്ള എന്റെ പൊന്നുറക്കമേ, നീ എന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണല്ലേ നമ്മുടെ പോയിന്റ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ it is considered as a bridge between days where we can work active all day, and it brings fresh thoughts and also joyous health into our life. And he is inviting, the poet is inviting sleep to please come and visit me. ഇന്നെങ്കിലും എനിക്കൊന്ന് ഉറങ്ങണം. ഇൻസോംനിയ ബാധിച്ച് നിൽക്കുന്ന ഒരു പോയറ്റിന്റെ റിക്വസ്റ്റ് ആണ് സ്ലീപ്പിന്റെ അടുത്ത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നീ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊട്ടില്ല എന്ന് പറയുന്നത് പോലെ, വന്നില്ല എന്ന് പറഞ്ഞു പോകുന്ന സ്ലീപ്പാണ്. സോ പ്ലീസ്, ഹി ഈസ് റിക്വസ്റ്റിംഗ് ദ സ്ലീപ്പ്, പ്ലീസ് ഈ ഒരു റെജുവിനേഷൻ പ്രോസസ്സിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നീ എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയം. ആണല്ലോ അല്ലെ? യെസ്. And the second question എന്ന് പറയുന്നത് എന്താണ്? Your class is conducting a debate on the topic walking is a noble and virtuous task. Write 2 arguments, one in favor of it and other opposing it. Going out for a walk എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? Usually exercise എന്ന് പറയുന്നത് we all need to exercise because it brings us health, good thoughts എന്നൊക്കെ പറയുന്ന നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഉൾട്ടയായിട്ട്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, ഇത് മാത്രമല്ല ഇങ്ങനെയും ഒരു വശമുണ്ട് വാക്കിന് പോവുകയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്നത്. സോ you know what are the advantages when you are going for a walk and also the disadvantages. So idine base cheyidittu for the topic you have to write 2 points and also for against the topic you need to write 2 points. നമുക്ക് അറിയാവുന്നതാണ് പോയാൽ എന്താണ്, ചിലവർക്ക് വാക്കിന് പോകുന്നതെന്ന് പറയുന്നത് ബാക്കി ആ ഒരു ഇമാജിനേഷൻ കപ്പാസിറ്റിയെ കുറയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ റൈറ്റർ അതിൽ പറഞ്ഞത്. ചിലവർ അങ്ങനെ തന്നെയായിരിക്കും, ചിലവർക്ക് ഒരു നടത്തം പോയി വന്നാലേ ഇങ്ങനെ ഭാവനയൊക്കെ സങ്കല്പവും ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ അങ്ങ് ഫുൾ ഫ്ലഷ് ഫോമിൽ എത്തുള്ളൂ. സോ ഫോർ ദ ടോപ്പിക്കും അഗൈൻസ്റ്റ് ദ ടോപ്പിക്കും എഴുതാൻ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ വരികയാണെങ്കിൽ what all things you can discuss? Walking is a noble and virtual task because it improves our health. Let's enjoy, and it also let us enjoy nature's beauty and allows us to experience life up close. നമുക്ക് നമ്മുടെ നടത്തത്തിന് പോകുമ്പോൾ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പ്രകൃതിയിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് ഒരു നടത്തത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ we come across a lot of images like the life happening just in front of your eyes അല്ലെ? അവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ലൈഫിൽ നമ്മൾ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അതല്ലാതെ എന്തൊക്കെ പറ്റും, നേച്ചറിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ നമുക്കൊരു നടത്തത്തിന് പോകുമ്പോൾ പറ്റും. ഇതുപോലുള്ള പല പോയിന്റ്സ് ഉണ്ട്. പക്ഷെ അഗൈൻസ്റ്റ് ദ ടോപ്പിക് വാക്കിന് പോകുന്നതിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വാക്കിംഗ് is often criticized for being time consuming, with some asserting that the energy expended during walking could be more productively utilized for other tasks or activities. ഇത് നമ്മുടെ റൈറ്റർ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ അല്ലെ? വാക്കിന് പോവുകയാണെങ്കിൽ വാക്കിംഗ് ഫോർ എ വാക്കിംഗ് സേക്ക് എന്ന് പറയുന്നത് ഇസ് നോട്ട് ദാറ്റ് ഗുഡ്. കാരണം നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും കാഴ്ചകൾ കാണുന്നു, അവിടെ നമ്മൾ എനർജി ലൂസ് ആവും. നോക്കിക്കേ, കണ്ടോ ഇവരിതാ ചെയ്യുന്നു, ഇത് നമ്മുടെ മിസ്റ്റർ ആളുടെ വൈഫ് അല്ല മിസ്സസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറെ കുറ്റം പറയുന്നു. ഇങ്ങനെ പല കാഴ്ചകളിൽ നമ്മുടെ എനർജി കളയുന്നതിലൂടെ വാക്കിങ്ങിന്റേതായ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടുന്നില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറഞ്ഞിട്ടുള്ളത്. ഡോണ്ട് യു റിമെമ്പർ ദാറ്റ് ക്ലാസ്? നമ്മൾ ഫോർ ദ ടോപ്പിക്കും അഗൈൻസ്റ്റ് ദ ടോപ്പിക്കും ഡിസ്കസ് ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഈ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ചാപ്റ്റർ വൈസ് സമ്മറി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡു യു നോ ദാറ്റ്? എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? എന്റെ സ്ഥിരം കുട്ടികൾക്ക് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാപ്റ്റർ വൈസ് സമറി ഓരോ ചാപ്റ്ററിന്റേതായിട്ട് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് നോട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇഫ് യു ഡോണ്ട് നോ, ഇഫ് ദർ ആർ എനി ന്യൂ കമേഴ്സ്, പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ആഫ്റ്റർ ദ ക്ലാസ്, ആഫ്റ്റർ ദിസ് ലൈവ് സെഷൻ നിങ്ങൾ പോയി മാക്സിമം അതെല്ലാം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനി ഓഫ് ദിസ് പോർഷൻസ്, പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ഇറ്റ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ഇനിയും എടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൂടെ അറിയിച്ചാൽ മതി. ആൻഡ് വി വിൽ ബി ഡൂയിങ് അവർ ലെവൽ ബെസ്റ്റ്. കേട്ടോ, നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിരിക്കും. കാരണം മോഡൽ എക്സാമിനാണെങ്കിലും പബ്ലിക് എക്സാമിനാണെങ്കിലും ടു ഗെറ്റ് ഫുൾ മാർക്സ് എന്നുള്ളത് ഇസ് our aim. നിങ്ങളുടെ മാത്രമല്ല എന്റെയും, നമ്മുടെ രണ്ടുപേരുടെയും എയിം ആണ് അല്ലെ? സോ വി വിൽ ബി ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ് ടു കംപ്ലീറ്റ് ഓൾ ദോസ് ഡൗട്ട്സ്. ഓക്കെ, ഇത് എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ
ഫോർ ദ ടോപ്പിക് അഗൈൻസ്റ്റ് ദ ടോപ്പിക്. ചിലപ്പോൾ ഡിബേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതാൻ പറയും. സോ ബേസ്ഡ് ഓൺ ദ മാർക്സ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിക്കാം. അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ മാർക്ക്. 2 മാർക്സിന് എഴുതുന്നത് പോലെയല്ല 6 മാർക്സിന് എഴുതേണ്ടത്, 6 മാർക്സിന് എഴുതുന്നത് പോലെയല്ല 4 മാർക്സിന് എഴുതേണ്ടത്. സോ മാർക്ക് അനുസരിച്ച് എവിടെ നീട്ടണം, എവിടെ കുറയ്ക്കണം, എവിടെ ടു ദ പോയിന്റ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതുമാണ്. സോ ജസ്റ്റ് 2 മാർക്സ് 2 പോയിന്റ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും മാത്രം എഴുതിയാൽ മതിയാകും. 4 ആണെങ്കിൽ 4, എഗൻസ്റ്റ് ആണെങ്കിൽ എഗൻസ്റ്റ്, 4ഉം എഗൻസ്റ്റും ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, സെറ്റ് ആണല്ലോ അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. We haven't created a perfect society on earth and we won't have one in cyberspace either. ഏതാണ് ചാപ്റ്റർ? ഏതാണ്? പറഞ്ഞേ, വേഗം പറഞ്ഞേ. But at least we can have individual choice and individual responsibility. Based on this statement from Esther Dyson's The Cyberspace, prepare a speech to be delivered on the topic cyberspace, a world of unlimited scope and hidden dangers. Hints എന്ന് പറഞ്ഞ ഹിൻസും തന്നിട്ടുണ്ട്. ഇൻഫോർമേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, അതായത് ഇൻഫോർടൈൻമെന്റ്, a place where we could see both information and entertainment. ഇൻഫോർടൈൻമെന്റ് എന്ന് പറയാം അല്ലെ. അതർ സർവീസ് ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാക്ക് ഓഫ് മോണിറ്ററിംഗ്, പക്ഷേ വാർ ഓഫ് വേർഡ്സ് നടക്കുന്നുണ്ട്, ലാക്ക് ഓഫ് പ്രൈവസി നടക്കുന്നുണ്ട്. സോ സൈബർ സ്പേസിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഈക്വലി ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററും നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ മറക്കാതെ പോയി കാണണം. കാരണം ടുവേർഡ്സ് ദി എൻഡ് ഈ 4, 5, 6 യൂണിറ്റ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. എസ്പെഷ്യലി കൺസെപ്ച്വൽ ഫ്രൂട്ടിന്റെ അത് ഒരു കുറച്ച് സ്റ്റോറി ആയിട്ട് പോവെങ്കിലും സൈബർ സ്പേസ് വരുന്നുണ്ട്. ഇസ് സൊസൈറ്റി ഡെഡ് ആൻഡ് പിന്നെ ഏതാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് തുടങ്ങിയ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഈ ഒരു കറന്റ് കണ്ടംപററി സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് എക്സാം റിലേറ്റഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും എന്നല്ല പറയുന്നത്. ജനറൽ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ എ ലോട്ട് ഓഫ് ഫോംസ്. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചും തിരിച്ചും വളച്ചും അവർക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. ഇതിനെന്താണ് വേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? സ്പീച്ച് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സൈബർ സ്പേസിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എ വേൾഡ് ഓഫ് അൺലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് ഹിഡൻ ഡേഞ്ചേഴ്സ്. സ്കോപ്പിനാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഡേഞ്ചേഴ്സ് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അതേപോലെ തന്നെ സ്കോപ്പിന്റെ അത്രയും ഇതോട് തന്നെ ഇവിടെ ഹിഡൻ ഡേഞ്ചേഴ്സും നിൽക്കുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഫാക്ട് പ്രിപ്പയർ എ സ്പീച്ച് എന്നാണ് പറയുന്നത്. സ്പീച്ച് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം? എസ്സേ എഴുതുന്നത് പോലെ എഴുതാൻ പറ്റുമോ? ഇല്ല. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ എസ്സേ ആൻഡ് എ സ്പീച്ച്? എസ്സേ എന്ന് പറയുന്നത് റിട്ടൺ ഡോക്യുമെന്റ് ആണ്. പക്ഷെ സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ട് അവരുടെ മുൻപിൽ അവരുടെ അടുത്തായിട്ട് പറയുന്നതാണ്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു കീപ് ഇൻ യുവർ മൈൻഡ് ഇസ് ദാറ്റ് യു ഹാവ് ടു അഡ്രസ് ദാറ്റ് ഓഡിയൻസ്. നിങ്ങൾ ആ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം. ഷാമില, ഹായ് മിസ്, ഹലോ, എവിടെയായിരുന്നു? ഒരു 1/2 മണിക്കൂർ ലേറ്റ് ആയി പോയല്ലോ. എവിടെയാ? ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം എത്തിക്കോ. നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. PYQന്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ് മനസ്സിലാകുന്നില്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇവിടെ ഇപ്പം സൈബർ സ്പേസ് എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു റൈറ്റ് എ സ്പീച്ച്. ഓക്കെ, സ്പീച്ച് എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. സോ റെസ്പെക്ടഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദി ഡയസ്, അല്ലെങ്കിൽ റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ പല രീതിയിൽ യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ദം, അല്ലെങ്കിൽ യു ക്യാൻ വെൽക്കം ദം. എന്നിട്ട് ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ടു സ്പീക്ക് എ ഫ്യൂ ലൈൻസ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് എന്താണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഹിയർ ദ ടോപ്പിക് ഇസ് cyberspace, a world of unlimited scope and hidden dangers. So അത്രയും പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ എന്താണ്, ടോപ്പിക് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ബോഡി, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ആയിട്ട് സ്പീച്ചിനെ എഴുതുക. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി അട്രാക്റ്റീവ്. കാരണം എന്ത് കാര്യമാണെങ്കിലും ഇൻട്രൊഡക്ഷൻ നന്നായാലല്ലേ വായിക്കുന്ന ആൾക്കാണെങ്കിലും കേൾക്കുന്ന ആൾക്കാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്ന് നമുക്ക് തോന്നാറുള്ളൂ. സോ സ്പീച്ചിനൊക്കെ പ്രത്യേകിച്ച് കാര്യമാകുമ്പോഴത്തേക്ക് ആ ഒരു വേർബൽ പവർ ഓഫ് വേർഡ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ അത്രത്തോളം അത് യുണീക്ക് ആകുകയും ചെയ്യും. എസ്പെഷ്യലി ഫോർ സ്പീച്ച് ജസ്റ്റ് ട്രൈ ടു ഇൻക്ലൂഡ് quotes or questions. ഓക്കെ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് അറിയാവുന്ന ഒരു കോഡ് റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ആദ്യം എഴുതിയിട്ട്
അങ്ങനെ വേണം നിങ്ങളുടെ ആൻസേഴ്സ്, എസ്പെഷ്യലി സ്പീച്ച് അല്ലെങ്കിൽ എസ്സേ പോലുള്ള കാര്യങ്ങൾക്ക്. മാം ഗ്രാമർ ചെയ്യുന്നുണ്ട്, ഗ്രാമർ വരും. ഓക്കെ, ഗ്രാമറിൽ ഇപ്പം എഡിറ്റിംഗ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലീസ് എക്സ്പ്ലെയിൻ ഗ്രാമറിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് വരുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളേ, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് 1, 2, 3 നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് യൂണിറ്റ് 1, 2, 3 ഇവിടെ 4, 5, 6 ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഗ്രാമർ വരുന്നുണ്ട്. ആൻഡ് സ്മിത്ത് എന്നല്ലേ ആണോ, ഓൾറെഡി പ്ലേലിസ്റ്റും കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ, എഡിറ്റിംഗിൽ എങ്ങനെയാണ് വരുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് അറൌണ്ട് 15 മിനിറ്റ്സ് മാക്സിമം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഒക്കെ സ്മിത്ത് പ്ലീസ് ഡു വിസിറ്റ്. ഓക്കെ, അത് കണ്ടിട്ട് വന്നിട്ട് മിസ്സിന്റെ അടുത്ത് പറയണം, വാസ് ഇറ്റ് ഹെൽപ്ഫുൾ എന്നുള്ള കാര്യം കൂടെ മിസ്സിന്റെ അടുത്ത് പറയണം കേട്ടോ. ഇപ്പം ചാപ്റ്റർ വൈസ് പോയിട്ട് പിന്നീട് ബാക്കി ഗ്രാമറിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സെഷനും ഉണ്ടായിരിക്കും. ദാറ്റ്സ് മൈ വേർഡ്. Ma'am, how to write standard English? Means standard English, low standard English അങ്ങനെ എന്തുണ്ടോ? സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ ഒരു സാധനം ഉണ്ട്. അങ്ങനെ ഒരു റൈറ്റിംഗിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നോ കേട്ടിട്ടുണ്ടോ? സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ എന്താണ്? റിസീവ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അല്ലെ. ബ്രിട്ടീഷിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി, ഏറ്റവും കറക്റ്റ് യൂസേജ് ഓഫ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ RP റിസീവ് പ്രൊനൗൺസിയേഷൻ യൂസ് ചെയ്ത് പറയുന്നു എന്ന് പറയും. ബിക്കോസ് വി ഹാവ് ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, പല തരത്തിലുള്ള ആഫ്രിക്കൻ ആ ഒരു രീതിയിൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ അതുപോലുള്ള പല തരത്തിലുള്ള ഇംഗ്ലീഷ് ഉണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് റിസീവ് പ്രൊനൗൺസിയേഷൻ ഒരു സ്റ്റാൻഡേർഡ് യൂസേജ് എന്ന് പറയാൻ പറ്റും. എഴുതുന്ന കാര്യത്തിൽ അങ്ങനെയുണ്ടോ? എഴുതുന്ന കാര്യത്തിൽ നമ്മൾ അത്രയും കോൺഷ്യസ് ആവാതിരുന്നാൽ മാത്രം മതി. പറയുന്നത് പോലെ തന്നെയാണ് എഴുതുന്ന കാര്യം. ആദ്യം ട്രാൻസ്ലേഷൻ നിർത്തുക, ട്രാൻസ്ലേറ്റ് ചെയ്യാതെ എഴുതി തുടങ്ങുക, ആലോചിക്കുന്നതും എഴുതുന്നതും ഇംഗ്ലീഷിലാക്കുക, ബാക്കി നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഭയങ്കര കോൺഷ്യസ് ആവാതിരിക്കുക, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള ഒരു ഇതിൽ നിൽക്കാതെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് വരിക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പോയിന്റും കൂടെ നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇപ്പം കറന്റ് ഹായ് മാം, ക്ലാസിന്റെ PDF കിട്ടുമോ? കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിരുന്നു. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ക്ലാസ് സെൻഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിസോൾവ് ചെയ്യുന്നതുമായിരിക്കും. ബിഫോർ ക്ലാസ് ഓൾ ദീസ് മെറ്റീരിയൽസ് വുഡ് ബി അവൈലബിൾ ടു യു ഓൾ കേട്ടോ. ദാറ്റ്സ് ഓൾസോ മൈ വേർഡ്. ഓക്കെ, യെസ്. ദെൻ മുഹമ്മദ് അല്ലേ ചോദിച്ചത്? യെസ് മുഹമ്മദ്, അവൈലബിൾ ആക്കി തന്നിരിക്കും. ഓക്കെ, യെസ്. പുതിയ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്ത് തന്നിരിക്കും. ഇതുവരെയുള്ള എല്ലാ പോർഷൻസിന്റെയും നോട്ട്സ് കിട്ടും കേട്ടോ. യെസ്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? ഇംഗ്ലീഷ് അല്ലെ, സ്പീച്ചിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. യു ക്യാൻ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ വെൽക്കം ദി ഓഡിയൻസ് ഇൻ എ ലോട്ട് ഓഫ് അതർ ഫോംസ് ടു. Today, I want to shed light on the vast and intriguing realm of cyberspace, a world of unlimited scope and hidden dangers. Initially, a haven for computer enthusiasts, cyberspace has now become an integral part of our lives, offering services like email, information, entertainment, and virtual communities. Cyberspace chapter പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു. At first, it was considered something like only applicable for the techies. നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ടെക്കുകൾക്ക് മാത്രം അവൈലബിൾ ഉള്ള ഒരു അല്ലെങ്കിൽ ആക്സസ് ഉള്ള ഒരു സാധനമായിട്ടായിരുന്നു കമ്പ്യൂട്ടേഴ്സിനെ കണ്ടിരുന്നത്. But, ma'am, please explain all the poems. Explain ചെയ്യാലോ? ഇനി ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഒരു കാര്യം സ്മിത്തിനോടാണെങ്കിലും മുഹമ്മദിനോടാണെങ്കിലും ഷാമിൽ ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ അടുത്ത് ഞാൻ പറയട്ടെ, ഇതെല്ലാം എല്ലാ ചാപ്റ്ററിന്റെയും ഒരു ചാപ്റ്റർ പോലും മിസ് ചെയ്തിട്ടില്ല. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് മുതൽ ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ്, കൺസെപ്ച്വൽ ഫ്രൂട്ട് വരെയുള്ള എല്ലാ ചാപ്റ്ററും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് മാരത്തോൺ വരുന്നുണ്ട്, അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. മാരത്തോണിന്റെ ഉദ്ദേശം എന്താണ്? ഓരോ ചാപ്റ്ററും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. മാരത്തോൺ ഉണ്ടാകും, മിനി മാരത്തോൺ ഉണ്ടാവും, ഇലാൻസ് എല്ലാം സെറ്റ് ആയിട്ടാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഡോണ്ട് വറി. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി എന്റെ കൺസേൺ എന്റെ മനസ്സിലുണ്ട്. അത് ബേസ് ചെയ്ത് തന്നെയാണ് ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കും കേട്ടോ. കേട്ടോ സ്മിത്ത്, കേട്ടോ മുഹമ്മദ്, ഓൾ സെറ്റ് അല്ലേ? ഡോണ്ട് വറി. നിങ്ങളുടെ കൺസേൺ എല്ലാം എന്റെ മനസ്സിലുണ്ട്. ഓക്കെ, യെസ്. ഇവിടെ അപ്പൊ പറഞ്ഞിട്ടുള്ള എന്താണ്? when we discussed the chapter cyberspace, I told you that at first it was something which was considered only to accessible എന്താണ് to the techies, കമ്പ്യൂട്ടർ പീപ്പിളിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആക്സസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കമ്പ്യൂട്ടർ എന്നാണ് കരുതിയിരുന്നത്. ബട്ട് നൗ ഈവൻ ഫോർ ദ ചിൽഡ്രൻ എന്താണ്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ആൻഡ്
ഇതിന് ഉള്ള സ്കോപ്പ് പോലെ തന്നെ ഹിഡൻ ഡേഞ്ചേഴ്സും ഉണ്ട്. ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് വൈൽ cyberspace provide us with incredible opportunities, allowing us to read, again information and connect with others, it also harbors hidden dangers. പോയിന്റ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. സൈബർ ക്രൈംസ്, എക്സ്പ്ലിസിറ്റ് കോണ്ടന്റ് ആൻഡ് allure ഓഫ് അഡിക്റ്റീവ് ഗെയിംസ് പോസ് റിസ്ക് എസ്പെഷ്യലി ഫോർ our children. Vigilance and responsible usage are paramount. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കുക എന്നുള്ളത് is not possible at all, or asking a third party to take the responsibility of these crimes എന്നുള്ളതും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. വേറൊരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ട് അതിന്റെ ആക്സസ് കൊടുത്തിട്ട് ഡു റെഗുലേറ്റ് അല്ലെങ്കിൽ നാവിഗേറ്റ് എന്ന് പറയുകയാണെങ്കിൽ it's not possible. Instead, being a social animal, it's our responsibility to take care of it. അല്ലെ, ഇതിൽ മലീഷ്യസ് ആയിട്ടുള്ള ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ഇത് കുട്ടികൾക്കും ആക്സസ് ഉള്ളതാണ് ആ ഒരു രീതിയിൽ. ബിക്കോസ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സൈബർ ക്രൈംസിന്റെ വിക്ടിംസ് എന്നുള്ള കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ടെക്സ്റ്റിൽ ഒരു ചാപ്റ്റർ പോലും വായിക്കാതെ പോകരുത്. കാരണം എത്രയൊക്കെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്താലും ചില പോയിന്റ്സ് കാണും ഓരോ ചാപ്റ്ററിലും നിങ്ങളെ കയറി സ്ട്രൈക്ക് ചെയ്തത്. അത് നിങ്ങളുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് റെക്കഗ്നൈസ് ചെയ്ത് എഴുതാനായിട്ട് നോക്കാൻ അതെല്ലാം എന്താണ് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ യുണീക്ക് ആക്കുന്നതായിരിക്കും. സോ ഇതുപോലുള്ള കുറച്ച് സില്ലി ടെക്നിക്സും അല്ലെങ്കിൽ കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. Okay. In navigating cyberspace, we win the power of choice, but this comes with individual responsibility. It's a double-edged tool, akin to a knife. Just as a surgeon uses a knife to heal, we must use cyberspace wisely, recognizing its potential for both positive and harmful effect. Just how it acts like a coin. കാരണം a coin has got two sides. അല്ലെ, advantages ഉണ്ടാവും, disadvantages ഉണ്ടാവും. Understanding its advantages and disadvantages, it's your responsibility to make use of those advantages. Disadvantages ഉണ്ടെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി അതിലേക്ക് പോകുന്നു ഇല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എസ്തർ ഡൈസണും ചോദിക്കുന്നത്. We know that there are hidden dangers. Then പോയി ചെന്ന് കുഴിച്ചു തോണ്ടി എടുക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നാണ് പറയുന്നത്. In conclusion, let us embrace the opportunities of cyberspace while acknowledging the need for caution and responsibility. So, advantages and disadvantages and aware ആക്കി ഇരിക്കുക, എസ്പെഷ്യലി ടു സ്കൂൾ ചിൽഡ്രൻ, ബിക്കോസ് ദേ ഓൾസോ യൂസ് ദിസ് സിസ്റ്റം. അപ്പൊ അവരെയും അവെയർ ആയി ഇരിക്കുക, പിന്നെ ഓരോരുത്തരും അവരുടെ റെസ്പോൺസിബിലിറ്റി ആക്കി കണക്കാക്കി എടുക്കുക. ലൈക്ക് ദാറ്റ് ഇതൊരു പരിധി വരെ നമുക്ക് അണ്ടർ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എസ്തർ ഡൈസൺ പറയുന്നത്. ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ദാറ്റ് ക്യാൻ ഷേപ്പ് അവർ ലൈഫ് പോസിറ്റീവ്ലി ബട്ട് ഓൺലി ഇഫ് യൂസ്ഡ് വൈസ്ലി. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും വൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും നമുക്ക് ഇപ്പം അറ്റ് പ്രസന്റ് നമ്മുടെ സൊസൈറ്റിയിലില്ല. സോ വേണമെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ട് മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു പോവാ. സോ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു സ്പീച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നു. വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ പോസിബിൾ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു കൺട്രോൾ ദീസ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഷനിൽ ഹോപ്പ് അല്ലെങ്കിൽ ഓപ്റ്റമിസ്റ്റിക് രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഴുതി കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെ വേണം എസ്സേ, സ്പീച്ച് തുടങ്ങിയ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. ടൈറ്റാനിക്. ജാക്കിനെയും റോസിനെയും ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചതാണ്. ആരൊക്കെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ? Read the lines from the poem The Wreck of the Titanic and answer the question that follow. And with these down the corridor of all time, the Titanic story shall sound sublime. For never was courage more noble and true that was shown on that night by the Titanic's crew. നമ്മുടെ ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക്, ടൈറ്റാനിക്കിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, നമ്മൾ ക്യാപ്റ്റനെ ജാക്കിനെയും റോസിനെയും നമ്മൾ തൽക്കാലം മാറ്റി വെച്ചിട്ട് ക്യാപ്റ്റന്റെ ആ ഒരു പ്രവൃത്തിനെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് വാഴ്ത്തിപ്പാടി പഠിച്ച ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു ഇസ് ദാറ്റ് വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് ടൈറ്റാനിക് story shall sound sublime? എന്തുകൊണ്ടാണ്? The Titanic story is amazing. Why is it so amazing? Because the crew was really brave.
അല്ലെ ക്രൂ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ പതറിപ്പോയോ, അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടാണോ ആക്ട് ചെയ്തത്? അല്ല, അവർ അവരുടെ ലൈഫ് തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഫോർ ദ വെൽബീയിങ് ഓഫ് ദ ട്രാവലേഴ്സ് അല്ലെ അവർ മാറി നിൽക്കുകയാണ് ചെയ്തത്. എസ്പെഷ്യലി ദ കൈൻഡ്നസ് ദാറ്റ് ദേ ഹാവ് ഷോൺ ടു വിമൻ ആൻഡ് ചിൽഡ്രൻ ഓൺ ദ ഷിപ്പ്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിനൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അതൊക്കെ ഓർക്കണം. നമ്മുടെ ആ ടൈറ്റാനിക് ഫിലിം അതേപോലെ മനസ്സിൽ വന്നാൽ മതി. തൽക്കാലം ജാക്കും റോസും ഔട്ട്, ക്യാപ്റ്റനും ക്രൂവും ഇൻ. ഓക്കെ, ആ ഒരു രീതിയിൽ ആ ഒരു സിനിമ നിങ്ങൾ ഓർത്തു വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഷുവർ മാർക്സ് ആണ് കേട്ടോ. യെസ്, why it was considered amazing? Because the crew was really brave, and we should admit that fact too. Instead of saving themselves first in the lifeboats, they helped women, kids and others to get into the lifeboats. അവരുടെ ജീവന് വില കൊടുത്ത് പ്രയോറിറ്റി കൊടുത്തിട്ട് അവരുടെ ലൈഫ് രക്ഷിച്ച് പോവല്ല ചെയ്തത്. ഇൻസ്റ്റഡ് they gave importance to the life of women and children. അതുകൊണ്ട് അവരെ ലൈഫ് ബോട്ടിൽ കയറ്റി വിട്ടിട്ട് സേഫ് ആക്കി അല്ലെ. They chose to stay on the sinking Titanic and went down into the deep sea with it. ബാക്കിയുള്ളവരുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്ത് and it was there in the choice to remain there with the sinking Titanic deep into the ocean. കുറച്ച് ഇമോഷണൽ ആണ്, പക്ഷെ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതിന് അത്രയും വലിയൊരു സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ ക്യാപ്റ്റനെയും മറക്കാൻ പാടില്ല. റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു പോയായിരുന്നു അല്ലെ. യെസ്, ബി ബ്രേവ് ബി ബ്രിട്ടീഷ്. യെസ്, ഇപ്പോഴാണ് എനിക്ക് ആ ലൈൻ കത്തിയത്. ഓർമ്മയുണ്ടോ? ബി ബ്രേവ് ബി ബ്രിട്ടീഷ് എന്ന് പറയുന്ന സാധനം ഓർത്തോണെ. അത് ടൈറ്റാനിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെ വരികയാണെങ്കിലും കേറ്റിക്കോ. ഓക്കെ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കത്തുന്ന കാര്യങ്ങൾ ഈ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്, സെറ്റ് ആണല്ലോ അല്ലെ. Then whose courage is mentioned here? ടൈറ്റാനിക്കിലെ ആരുടെ കറേജ് ആണ് പറയുന്നത്? The courage of the crew of the Titanic, we know that. And താഴത്തേത് the Serang of Rana Genji. അതും കുറച്ച് നമുക്ക് എന്താണ് അയ്യോ എന്ന് തോന്നുന്നൊരു സ്റ്റോറിയാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റോറി. Read the statements given below about the narrator in the story, the Serang of Rana Genji. Okay? Young and inexperienced in my profession, I had not learned to control my feelings. Indeed, as I view my own outlook towards the future, my passionate desire for success and wealth, I was conscious of a secret shame, silence, a vision of the Serang's nobility rising before me. Attempt a character sketch of the narrator in a paragraph on the basis of the statements given above and the impressions you have formed from reading the stories. The Serang of Rana Genji, narrator and a character sketch. Possible question ആണ്, എക്സാമിന് വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതും. Hi ma'am, I'm Ansia. Please introduced ma'am. Welcoming Ansia to Elance tuition. Is that what you mean? Anyway, Ansia എന്റെ പുതിയ സ്റ്റുഡന്റ് ആണോ? എന്താണ് മാം പ്ലീസ് എന്ന് പറയുന്നത്? എന്ത് ആൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അന്ന് ക്ലിയർ ആക്കണേ. യെസ്, പുതിയ സ്റ്റുഡന്റ് ആണെങ്കിൽ വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് വരുന്ന ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് മാത്രമല്ല ഇലാൻസ് നൽകുന്ന എല്ലാ ക്ലാസ്സുകളിലും മാക്സിമം അഡ്വാൻറ്റേജ് എടുത്ത് നിങ്ങൾ പഠിച്ച ഫുൾ മാർക്കായിട്ട് മിടുക്കുകളായി വരും കേട്ടോ. ഓക്കെ, യെസ്, അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ദ സ്റ്റോറി ടെല്ലർ, a ship's doctor named Cronin, sails to Calcutta with Hassan, the Serang, and around 1,500 passengers. When two deckhands get smallpox, Hassan cared for them, keeping it a secret to avoid panic. Despite the contagious disease, Hassan's courage and selflessness in tending to the sick impressed Cronin. Hassan even shows religious tolerance by helping Hindus, and in Colombo, Hassan continued aiding the sick, teaching Cronin a crucial lesson. Greatness doesn't always require wealth or position. This experience changes Cronin's perspective and makes him realize the value of selfless actions. So, നമ്മുടെ സെറങ്കിന്റെ ഹസനെ കുറിച്ച് the beginning എന്താണ്, ഒരു ലേഡി വന്നിട്ട് അവരെ കളിയാക്കുന്നുണ്ട് because of his physical appearance. പക്ഷേ towards the end we get to know that character is the best thing. Physical appearance എന്ന് പറയുന്നത് ഒന്നുമല്ല, and his determination അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാഷൻ, ഇതൊക്കെയാണ് ഇറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് AJ ക്രോണിനെ ഇൻസ്പയർ ചെയ്തത്? ഹൗ ഹി ആക്ട് ആസ് ദ ബെസ്റ്റ് ഓണസ്റ്റ് മാൻ ഇൻ ദ ഷിപ്പ്. ബാക്കിയുള്ള അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അത്രയും വെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹസൻ
holds a particular position അല്ലെ, ഒരു വലിയൊരു പൊസിഷൻ തന്നെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്, മെയിൻലി ബിക്കോസ് ഓഫ് ഹിസ് ക്യാരക്ടർ, ഹിസ് ഓണസ്റ്റ് ക്യാരക്ടർ ആൻഡ് ഹിസ് പാഷൻ ടുവേർഡ്സ് ഹിസ് ജോബ്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ട്രോമാസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഒന്നിലും പഴുതി വിട്ടിട്ട് ഓവർജോയ്ഡ് ആവുന്നില്ല, വരുന്ന തെറ്റുകൾക്കെതിരെ ഒഫൻഡഡ് ആകുന്നില്ല. പകരം ഇറ്റ്സ് ഹിസ് ഡ്യൂട്ടി, ഇറ്റ്സ് ഹിസ് റെസ്പോൺസിബിലിറ്റി എന്ന് കണ്ടിട്ട് വേറെ ഒന്നിനെ കുറിച്ചും ഡെസ്പ് ആകാതെ അദ്ദേഹത്തിന്റെ ആ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നത്, ബിക്കോസ് ക്യാരക്ടർ മാറ്റേഴ്സ് എന്നുള്ള ഒരു മെസ്സേജ് നൽകുന്ന സ്റ്റോറി ആയിരുന്നു ദ സെറംഗ് ഓഫ് റാണ ഗെഞ്ചി. അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്. ഓക്കെ, യെസ്, ഈ ഒരു രീതിയിൽ വേണം എഴുതാൻ. ദെൻ Greta in the story conceptual fruit, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു അല്ലെ. കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഗ്രറ്റ, her father, mother, brother, they were spending quality time together. Then the father introduced her about a virtual website where you can create a virtual street, and in that street you can create a virtual house. You can give your color like you wish, you can give its color, and then Greta എന്ന് പറയുന്നത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. Mother and her brother was not interested into this particular thing, but she was really overwhelmed alle a oru situation when she started giving colors to her house, which was named as Greta's house. She even created Greta's kitchen, where she created it allengal decorated with loads of peaches. aa കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് how technology helps ഉള്ള ഒരു കാര്യം. നമ്മൾ സൈബർ സ്പേസിൽ എങ്ങനെയാണ് ടെക്നോളജി പല തരത്തിലുള്ള ഹിഡൻ ഡേഞ്ചേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്തെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ വന്നപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് അല്ലെ, ഗ്രറ്റെ പോലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എത്രമാത്രം അതൊരു പുതിയ വേ ഓഫ് ലൈഫ് കാണിച്ചു കൊടുക്കുന്നു. ലൈക്ക് ദേ ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്, അവർക്ക് അവരുടെ കേപ്പബിലിറ്റിയിൽ നിന്നിട്ട് എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നൽകുന്ന ഒരു ഇംപ്രഷൻ നൽകുന്ന ആ ഒരു ടെക്നോളജിയുടെ ആ ഒരു ഗുഡ് സൈഡ്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓർമ്മയുണ്ടല്ലോ, ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ പിന്നെയും പറയുന്നു, ഒരു ചാപ്റ്റർ പോലും ഫ്രം യൂണിറ്റ് 1 to യൂണിറ്റ് 6 ഒരു ചാപ്റ്റർ പോലും ഡിസ്കസ് ചെയ്യാത്തതായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലില്ല. എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൾ യു നീഡ് ടു ഡു ഇസ് ദാറ്റ് ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, യെസ്, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? യെസ്. Reminds us that everything we do, every therapy, encouraging word, smile or care will make a difference in the life of differently abled children. What type of schooling do you think is good for such children? Mainstream schools or special schools? Imagine that you want to communicate your views about this to the public. Draft an email to the editor of a leading newspaper. നമ്മൾ കൺസെപ്ച്വൽ ഫ്രൂട്ടില് ഗ്രറ്റയുടെ സ്റ്റോറിയും ഇതുപോലൊക്കെ കാര്യങ്ങൾ പഠിച്ചെങ്കിലും ടുവേർഡ്സ് ദി എൻഡ് ഹർ ഫാദേഴ്സ് കൺസേൺ എനിവേ ഷി വോണ്ട് ബി ഏബിൾ ടു ലീവ് ഇൻ എ ഹൗസ് ഓഫ് ഹെർ ഓൺ, ബിക്കോസ് ഇതുപോലുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളിലായിരിക്കും ഫോർ ദ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് ഷി വിൽ ബി ലിവിംഗ്. ആ ഒരു കൺസേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദി ഇന്നർ സൊസൈറ്റി. അവരെ മാറ്റി നിർത്തുകയല്ല, കൂടെ നിർത്തുകയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായി. സോ after reading this chapter, you just want to discuss it with one of the leading newspaper editors of the leading newspapers. So അതിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇമെയിലിന്റെ കാര്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണല്ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ഫോർമാറ്റ് ആണ്. ഓക്കെ, യെസ്. ഫ്രം ടു, ഫ്രം എന്നുള്ളത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. ടു വേണം, CC വേണം, BCC വേണം, സബ്ജക്ട് വേണം, ഇങ്ങനെ പല കാര്യങ്ങളും വേണം. ദെൻ ഡിയർ പറയണം, ഡിയർ അല്ല റെസ്പെക്ടഡ് സർ ഓർ മാഡം പറയാം, ന്യൂസ് പേപ്പർ ആണ് അല്ലെ. അപ്പൊ സർ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ ഡിയർ അല്ല സർ എന്ന് വെച്ചിട്ട് പറയാനായിട്ട് പറ്റും. കാര്യങ്ങൾ പറയാം, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, റിഗാർഡ്സ് പറഞ്ഞിട്ട് ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യുവർ സൈഡ് എന്നെല്ലാം പറഞ്ഞിട്ട് നെയിമും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലിന്റെ കാര്യം കറക്റ്റ് ആണ്, ഫോർമാറ്റ് കറക്റ്റ് ആണ്. ഇതിന് എങ്ങനെയാണ് ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇമെയിൽ റൈറ്റിംഗ് നിങ്ങളുടെ ലോങ് വീഡിയോയിലും ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. സോ അതും ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തൊക്കെ കോണ്ടന്റ് അല്ലെങ്കിൽ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം നോക്കിക്കേ. After reading Conceptual Fruit, I feel strongly about the importance of inclusive education for differently abled children. ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കേണ്ട എഡ്യൂക്കേഷന്റെ ആ ഒരു നീഡ് എന്താണെന്ന് ആഫ്റ്റർ റീഡിംഗ് ദ ചാപ്റ്റർ I was able to know about it, and I believe that mainstream schools offer the best environment for their overall growth. In these schools, kids with different abilities can learn and play alongside their non-disabled peers, breaking down barriers and creating a more accepting society. ഈ മെയിൻ സ്ട്രീം സ്കൂൾസിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് പോലെ ആ ഒരു ബ്രേക്ക് ചെയ്യാൻ ആ ഒരു ബാരിയർ, ദിസ് ഇസ് ഫോർ സംതിങ് ഫോർ നോർമൽ ചിൽഡ്രൻ, ദിസ് ഇസ് സംതിങ് ഫോർ സ്പെഷ്യലി ഏബിൾഡ്, അങ്ങനെയൊന്നും ഇല്ലാത്ത ഈ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ദിസ് നോർമൽ കിഡ്സ് വിൽ ബി ഏബിൾ ടു നോ ദാറ്റ് ദർ ആർ
about people like this, and these people will get to know more about this normal kind of people. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷനിലൂടെ നമുക്ക് വളരാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് സൊസൈറ്റിക്ക് വേണ്ടേ എന്നുള്ള ഒരു കാഴ്ച, ഒരു നീഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബെനിഫിഷ്യൽ ഫോർ ദം ബട്ട് ഓൾസോ ഫോർ എവ്രി വൺ, ഫോസ്റ്ററിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൈൻഡ്നെസ്. കാരണം ലൈഫ് അല്ലെങ്കിൽ അക്കാഡമിക് നോളജ് മാത്രമല്ല നമുക്ക് ഇതിൽ കൂടെ റിസീവ് ചെയ്യുക, ഇൻസ്റ്റഡ് വിൽ ബി ഏബിൾ ടു നോ അബൌട്ട് ദ ലൈഫ് വാല്യൂസ്. അല്ലെ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള സർട്ടൺ വാല്യൂസ്, വർത്ത് ആയിട്ടുള്ള വാല്യൂസ് കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഐ അണ്ടർസ്റ്റാൻഡ് there are challenges, but the long-term gains in preparing these kids for the real world and changing perceptions are worth it. I hope you can share these thoughts in your newspaper to raise awareness about the significance of inclusive education. So, ഇതുപോലുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് താങ്കൾക്ക് അതിന്റേതായ ഒരു എഡിറ്റോറിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ, കാരണം it will a lot of people will get to know about its possibilities. അത് അങ്ങനെ ഒരു അവയർനെസ് ക്ലാസ് ആയി മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Looking forward for a positive reply എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. With regards and also the sender's name. Okay, ഇങ്ങനെ വേണം ഒരു ഇമെയിൽ എഴുതാൻ വേണ്ടിയിട്ടും. സെറ്റ് ആണല്ലോ അല്ലെ? ഓക്കെ, യെസ്. പിന്നെ നമുക്കുള്ളത് എന്താണ്, പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ടാവും. പ്രൊഫൈലിൽ തന്നിട്ടുള്ള ആളെ കുറിച്ച് വെദർ യു നോ ഹിം ഓർ നോട്ട് എന്നുള്ളത് അത്രമാത്രം കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് യു വിൽ ബി ഹാവിംഗ് നീഡ് ഓഫ് മെറ്റീരിയൽസ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഒരു ബോക്സിന്റെ അകത്ത് തന്നിരിക്കും. only duty for you is that ഇതെല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ആക്കി മാറ്റുക ഇൻ എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. നിങ്ങൾക്ക് അത്രയും പരിചയമില്ലാത്തവരൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ പഠിച്ചു തന്നെ ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഓതർ ആയിരിക്കും, അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഈവൻ ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് പേഴ്സൺ, ഇറ്റ് ഡസന്റ് മാറ്റർ. കാരണം വേണ്ടുന്ന എക്സാമിന് നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ആ ഒരു ബോക്സിൽ പ്രൊവൈഡഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് അറിയാത്ത ആളാന്ന് കരുതിയിട്ട് പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ ഏതൊക്കെയാണ്, it's about the famous person Dr. APJ Abdul Kalam. Prepare a profile of him എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽസ് എന്തൊക്കെ തന്നിട്ടുണ്ട്, ബർത്ത് തന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, കരിയർ തന്നിട്ടുണ്ട്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ തന്നിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. 15th October ആണ്. എഡ്യൂക്കേഷൻ സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോ എഞ്ചിനീയറിംഗ് ഫ്രം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. കരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ജോയിന്റ് ഇസ്രോ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസ് മിനിസ്റ്റർ advisor ആയിരുന്നു. and he was also awarded with this Padma Bhushan in 1981, Padma Vibhushan in 1990 and Bharat in 1997. ഈ ഒരു ലെജൻഡിനെ കുറിച്ച് അറിയാത്തവരോ കേൾക്കാത്തവരോ ആയിട്ട് ഈ ലോകത്ത് തന്നെ ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ അല്ലെ. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം. ഡോക്ടർ APJ Abdul Kalam was born on October 15, 1931 in Rameshwaram, Tamil Nadu. He studied aero engineering at the Madras Institute of Technology, and he worked with DRDO and ISRO, making significant contributions to India's defense and space programs. Later, he became the 11th President of India from 2002 to 2007, and Dr. Kalam received several awards for his outstanding work, including the Padma Bhushan in 1981, Padma Vibhushan in 1990, and Bharat Ratna in 1997. His inspiring speeches and vision for a better India continue to motivate people. സോ നമ്മൾ APJ അബ്ദുൽ കലാമിന്റെ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഐ വിൽ ഫ്ലൈയിൽ ഇതൊക്കെ അടിച്ചിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതുമ്പോൾ എന്താണ് കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിന്റെ ആ ഒരു വാല്യൂ കൂടും. അത് നിങ്ങൾ ഓർത്ത് വെക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ പീപ്പിൾ ഹു ക്യാൻ റിമെമ്പർ ദോസ് ലൈൻസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അബ്ദുൽ കലാമിന്റെ ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്നോളജിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്പീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വേർഡിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കോഡ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതേപോലെ യുണീക്ക് ആക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. സോ ഇത്രയേ ഉള്ളൂ. പ്രൊഫൈൽ റൈറ്റിംഗ് ആണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് അല്ല, ഒരുപാട് അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം എന്താണ്, വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദിസ് ഇസ് ദ വേ യു നീഡ് ടു അറ്റൻഡ് പ്രൊഫൈൽ റൈറ്റിംഗ് ഡ്യൂറിംഗ് യുവർ എക്സാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ യൂണിറ്റ് 1, 2, 3, 4, 5, 6 ഓൾമോസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന സെഷൻ എന്ന് പറയുന്നത് ഗ്രാമറിന് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ആയിട്ട് ഒരു സാധനം ഉണ്ടാകും. ആൻഡ് പ്ലസ് അതർ PYQs ഓൾസോ. ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാകും, ആ കാര്യങ്ങൾ ഉണ്ടാകും. ലോങ് വീഡിയോസിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. സോ
ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇതുവരെ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത എന്തെങ്കിലും കോൺസെപ്റ്റോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും എത്തുന്നതായിരിക്കും. മാക്സിമം ഷെയർ ചെയ്യുക, വരുന്ന ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. കാരണം ഫുൾ മാർക്സ് എന്നുള്ളത് നമ്മുടെ എയിമാണ് അല്ലെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.